ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ സ്പേസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടറ്റിന് കാറ്റഗറി 1-ൽ നിന്നും മാത്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യനും അതിന്റെ ആൻസറിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ കേട്ടന്റെ ക്ലാസ്സുകളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നേരത്തെ 2012 മുതൽ 2022 വരെയുള്ള ക്വസ്റ്റ്യൻസുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ വീഡിയോ ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഗണിതത്തിലെ പ്രശ്ന നിർദ്ധാരണ ഘട്ടങ്ങളെ ശരിയായി ക്രമപ്പെടുത്തിയത് ഏത്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർഡർ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രശ്ന നിർദ്ധാരണ ഘട്ടങ്ങളെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് സ്റ്റെപ്സിനെ നമ്മൾ എങ്ങനെ അത് കറക്റ്റ് ആയിട്ട് എഴുതാമെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് നോക്കുക, നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം വരുന്ന ഓപ്ഷൻ ഏതാണ്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? പ്രശ്നം നിർണ്ണയിക്കുക എന്നുള്ളതാണ് അല്ലേ. രണ്ടാമത്തെ ഘട്ടം ഏതാണ്? താഴെ തന്നെ കിടപ്പുണ്ട്, പ്രശ്നം വിശകലനം ചെയ്യുക, പ്രോബ്ലം അനലൈസിസ് ആണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? ക്രിയ ചെയ്യൽ എന്നുള്ളതാണ്. ക്രിയ ചെയ്യൽ അല്ലെ, അല്ലെങ്കിൽ പ്രവർത്തനമാണ് മൂന്നാമത്തെ ഘട്ടം. നാലാമത്തെ ഘട്ടമാണ് ഏത്? നിഗമനത്തിൽ എത്തിച്ചേരൽ, കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഒരു പ്രോബ്ലം സോൾവിങ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏതൊരു നമുക്കിപ്പം മാത്സിലല്ല, വേറെ ഏത് സബ്ജക്റ്റിലാണെങ്കിലും ഒരു പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടമായിരിക്കും വരുന്നത്. ഇപ്പൊ നമുക്ക് മാത്സിലായതുകൊണ്ട് ഇവിടെ ക്രിയ ചെയ്യൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എടുത്തു. അപ്പൊ ഇതാണ് അതിന്റെ രീതി. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 3, 4, 2, 1 അങ്ങനെയാണ് അതിന്റെ ആൻസർ വരുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ. ജിയോജിബ്ര രൂപപ്പെടുത്തിയത് ആരാണ്? ജിയോജിബ്ര അറിയാം, മാത്സ് പഠിക്കാനും മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ജിയോജിബ്ര ആപ്ലിക്കേഷൻ ആണ്. അത് കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആരാ? നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓപ്ഷൻ ബി ആണ്. മാർക്കസ് ഹോഹൻ വാട്ടർ ആണ് ജിയോജിബ്ര കണ്ടുപിടിച്ചത്. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 33ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കി വായിക്കണം. ഓക്കെ, എങ്കിൽ മാത്രം നമുക്ക് സ്പീഡിൽ ആ ഒരു കണക്ക് ചെയ്യാനും നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ 20 മീറ്റർ സഞ്ചരിക്കുന്ന സമയം കൊണ്ട് ഒരു സൈക്കിൾ 14 മീറ്റർ സഞ്ചരിക്കുമെങ്കിൽ മോട്ടോർ സൈക്കിൾ 1.5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴേക്കും സൈക്കിൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും? ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു മോട്ടോർ സൈക്കിൾ 20 മീറ്റർ സഞ്ചരിക്കുന്ന സമയം കൊണ്ടാണ് ഒരു സൈക്കിൾ എത്ര മീറ്റർ സഞ്ചരിക്കുന്നത്? 14 മീറ്റർ സഞ്ചരിക്കുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണം? എളുപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി സ്പീഡിന്റെ അനുപാതത്തിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് മോട്ടോർ സൈക്കിള് 20 മീറ്റർ സഞ്ചരിക്കുന്ന ദൂരം, 20 മീറ്റർ സഞ്ചരിക്കുന്ന ദൂരം, ബൈസിക്കിൾ എത്ര മീറ്റർ സഞ്ചരിക്കും? 14 മീറ്റർ സഞ്ചരിക്കും. അതായത് ഒരു മോട്ടോർ സൈക്കിൾ 20 മീറ്റർ സഞ്ചരിക്കുന്ന സമയം ഒരു ബൈസിക്കിൾ എത്ര? 14 മീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. അതാണ് ഇവരുടെ സ്പീഡിന്റെ അനുപാതം എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ചെറുതാക്കാം. ഈ 20 നമുക്ക് 10 താപ്പോട്ട് എഴുതാം. അതേപോലെ ഈ 14 നമുക്ക് എന്ത് ചെയ്യാം? 7 താപ്പോട്ട് എഴുതാം. ഇതിന് നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. 10, 7. അപ്പൊ ഇതിവിടെ വരെ നമുക്ക് ചെറുതാക്കാൻ പറ്റും. അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? മോട്ടോർ സൈക്കിൾ 10 യൂണിറ്റ് ദൂരം പോകുമ്പോൾ ബൈസിക്കിൾ 7 യൂണിറ്റ് ദൂരമാണ് പോകുന്നത്. ഇനി ഇവിടെ പറയുന്നുണ്ട് മോട്ടോർ സൈക്കിൾ 1.5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ, 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1500 മീറ്റർ ആണ് അല്ലെ. 1500 മീറ്റർ ആണ് 1.5 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ മോട്ടോർ സൈക്കിൾ 1500 മീറ്റർ സഞ്ചരിക്കുമ്പോഴേക്കും സൈക്കിൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ 10 യൂണിറ്റ് അല്ല ഈ 1500 മീറ്റർ എന്ന് പറയുന്നത്. അതായത് മോട്ടോർ സൈക്കിൾ 1.5 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സമയം എന്ന് പറയുന്നത്, അതായത് ഈ 10 യൂണിറ്റ് അല്ലേ ഇവിടെ 1500 മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഒരു യൂണിറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 1500 ഡിവൈഡഡ് ബൈ 10. ഈ സീറോയും വെച്ച് പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 150 അല്ലെ. 150 നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് കാണേണ്ടത് ബൈസിക്കിൾ 7 യൂണിറ്റ് ദൂരം പോകുന്ന അല്ലെങ്കിൽ 7 യൂണിറ്റ് യാത്ര ചെയ്യുന്ന ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 150 × 7 സമം 1050 മീറ്റർ എന്ന് കിട്ടും. ഇവിടെ ഇക്വേഷൻ ഒരു DTS എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. പലർക്കും അറിയാവുന്നതാണ്. DTS ഡിസ്റ്റൻസ് കാണാൻ ടൈം ഇൻറ്റു സ്പീഡ്, അതേപോലെ തന്നെ ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, സ്പീഡ് കാണാൻ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഈ ദൂരം, സ്പീഡൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ 3/4-നും 5/6-നും ഇടയ്ക്കുള്ള സംഖ്യ ഏത്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെയുള്ള ഭിന്നസംഖ്യകളൊക്കെ വരുന്ന സമയത്ത് എളുപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റണം. ഇപ്പൊ ഇവിടെ നമുക്ക് 3/4 നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 0.75 എന്ന് കിട്ടും. ഇതാണ് 5/6 നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 5/6 = 0.833 എന്ന് കിട്ടും.
3/4 നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 3/4 ഈ വലിയ സംഖ്യയാണ്, ഇത് ഇവിടെ ചെറിയ സംഖ്യയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പുറത്ത് ഒരു 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ 0 ഇടുമ്പോൾ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇടണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? 7 4 28 എന്ന് പറയുന്നത് 2 ശിഷ്ടം വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 0 ഇട്ട് കൊടുത്തു. 5 4 20 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 0.75 വന്നു. അതേപോലെ നമ്മൾ 5/6 ചെയ്യുമ്പോൾ 5/6 നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ 5ന്റെ സ്ഥാനത്ത് നമ്മൾ 0 ഇട്ട് കൊടുത്തു. എന്നാലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ പോയിന്റ് ഇട്ടു. ഇവിടെ 0 ഇട്ടുമ്പോൾ നമ്മളിവിടെ ഒരു പോയിന്റ് ഇട്ടു. 6 8 ആണ്. എത്ര എന്ന് പറയുന്നത്? 48 എന്ന് പറയുന്നത് അല്ലേ? ഇഷ്ടം 2 വന്നു. അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യും. 6 3 ആണ്. 18 എന്ന് പറയുന്നത് വീണ്ടും 2 വന്നു. അതിങ്ങനെ എന്ത് ചെയ്യും? പൊക്കോണ്ടേ ഇരിക്കും. അപ്പോൾ 0.833 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നമുക്ക് 3/4 ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 0.75 എന്നും 5/6 നമുക്ക് ക്രിയേറ്റ് ചെയ്തപ്പോൾ 0.833 എന്നും കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഇനി കാണേണ്ടത് ഈ 0.75നും 0.833 ഇടയ്ക്കുള്ള സംഖ്യ ഇതിനകത്ത് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം ഓരോന്നെടുത്ത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇതാണ് സിമ്പിൾ. വേറെ മെത്തേഡ് ഉണ്ട്. ഇതായിരിക്കും ഒന്നുകൂടെ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നു. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പം 25/36 നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്താൽ മതി. ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.6944 എന്ന് കിട്ടും. പിന്നെ 24/36 ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റും. ചെറുതാക്കാൻ പറ്റുന്ന സംഖ്യ നമ്മൾ ചെറുതാക്കണം. 2 ആണല്ലോ 24. അപ്പോൾ 2/36 എന്ന് പറയുമ്പോൾ 3 ആണല്ലേ? 3 12 ആണ് 36. അപ്പോൾ നമ്മൾ 2/3 എന്ന് എഴുതി. അപ്പോൾ നമ്മൾ 2/3 ചെയ്യുമ്പോൾ നമുക്ക് 0.66 എന്ന് കിട്ടും. പിന്നെ നമ്മൾ 29/36 ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.805 എന്ന് കിട്ടും. 18/36 ചെയ്യുമ്പോൾ നമുക്ക് 1 18 18 2 18 ആണ് 36. അപ്പോൾ 1/2 എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ്. അപ്പോൾ ഈ 0.75നും 0.833 ഇടയ്ക്കുള്ള സംഖ്യയിനകത്ത് ഏതാണെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഏതാണ്? ഇവിടെ ആൻസർ സി ആണ്. അതായത് 0.805 ആണ് അല്ലേ? 0.75നും 83ക്കും ഇടയിലുള്ള സംഖ്യ ഈ തന്നിരിക്കുന്നതിൽ നമുക്ക് ആൻസർ കിട്ടിയതിൽ ഏതാണ്? 0.805 ആണ്. അടുത്തത് 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5 അക്കമുള്ള ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യയിൽ നിന്നും 4 അക്കമുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യ കുറച്ചാൽ എത്ര കിട്ടും? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 5 അക്കമുള്ള ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യയിൽ നിന്നും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 10,000 ആണല്ലേ 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ? ആണോ? ആണ്. അപ്പൊ നമ്മൾ ചോദിച്ചേക്കുന്ന 5 അക്കമുള്ള ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യയാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. ഒറ്റ സംഖ്യ. 10,000 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ്. അപ്പം ഇതൊരു ഒറ്റ സംഖ്യ ആക്കാൻ നമ്മൾ എത്ര കൂട്ടിയാൽ മതി? 10,000ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ മതി അല്ലേ? അപ്പൊ 10,001 നമുക്ക് കിട്ടത്തില്ലേ? ഇനി ആ സംഖ്യയിൽ നിന്നും, അതായത് ഈ 10,001 നിന്നും 4 അക്കമുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യ, 4 അക്കമുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യ കുറയ്ക്കണം. 4 അക്കമുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യ ഏതാണ്? 4 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 9,999 ആണ് 4 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ. ഇത് ഇരട്ട സംഖ്യയല്ലേ? സോറി, ഇത് ഒറ്റ സംഖ്യയല്ലേ? നമുക്ക് ഇതിന് ഇരട്ട സംഖ്യയാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനൊന്ന് 1 കുറച്ചാൽ മതി. അപ്പോൾ 9,998 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് 5 അക്കമുള്ള ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ. 4 അക്കമുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ നിന്നും ഇത് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ 10,001 നിന്നും 9,998 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2215 മുതൽ 2250 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? ഈ ക്വസ്റ്റ്യൻ നമ്മുടെ കേട്ടിട്ട് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. തെറ്റായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഇത് 37ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗണിത പഠനത്തിൽ സർഗാത്മകത വളർത്താൻ അനുയോജ്യമല്ലാത്ത മാർഗ്ഗം ഏത്? 4 ഇത് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ സർഗാത്മകത വളർത്താൻ, ക്രിയേറ്റിവിറ്റി വളർത്താൻ അനുയോജ്യമല്ലാത്ത മാർഗ്ഗമാണ് ചോദിച്ചേക്കുന്നത്. അല്ലാത്ത മാർഗ്ഗമാണ് ചോദിച്ചേക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. നമുക്കറിയാം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സർഗാത്മകത കൂടും അല്ലേ? അപ്പോൾ ഇത് അനുയോജ്യമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. സംഖ്യാ പാറ്റേണുകൾ തയ്യാറാക്കൽ അല്ലെങ്കിൽ സംഖ്യാ പാറ്റേണുകൾ ശേഖരിക്കൽ. ഇത് നമുക്ക് സർഗാത്മകത കൂട്ടുന്നതാണ്. അനുയോജ്യമല്ലാത്ത മാർഗ്ഗം അല്ലല്ലോ. 3ാമത്തെ ധാരാളം ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യൽ. ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുന്നതിലൂടെ നമുക്ക് അറിയാവുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള പഴയ കാര്യങ്ങൾ വീണ്ടും ചെയ്യുകയാണ് അല്ലേ? ഇവിടെ പുതിയ ആശയങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതൊരു അനുയോജ്യമല്ലാത്ത ഒരു മാർഗ്ഗമാണ്. പിന്നെ 4ാമത്തെ ഗണിത കഥകൾ, പതിപ്പുകൾ എന്നിവ തയ്യാറാക്കൽ ശേഖരിക്കൽ. ഇത് നമുക്കറിയാം നമ്മുടെ സർഗാത്മകതയൊക്കെ കൂട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇത് അനുയോജ്യമല്ലാത്ത മാർഗം അല്ല. അപ്പോൾ നമ്മൾ എന്താണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഗണിത പഠനത്തിൽ സർഗാത്മകത വളർത്താൻ അനുയോജ്യമല്ലാത്ത മാർഗം ധാരാളം ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുക എന്നുള്ളതാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്.
തന്ത്രസംഗ്രഹം എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവാര്? ആര്യഭടൻ, ബ്രഹ്മദത്തൻ, ഭാസ്കരാചാര്യര്, സോമയാജി. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഡി ആണ്. 38ാമത്തെ ആൻസർ ഡി ആയിട്ടാണ് വരുന്നത്. തന്ത്രസംഗ്രഹം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് സോമയാജിയാണ്. ഫുൾ നെയിം എന്ന് പറയുന്നത് നീലകണ്ഠ സോമയാജി എന്നാണ് കേട്ടോ. നീലകണ്ഠ സോമയാജിയാണ്. അദ്ദേഹം കേരളത്തിലെ ഒരു പ്രശസ്തനായിട്ടുള്ള ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും ഒക്കെ ആയിരുന്നു. 40ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പ്രൈം നമ്പർ? പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ? ഒരു സംഖ്യയെ ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ട് മാത്രം ഹരിക്കാൻ കഴിയത്തുള്ളെങ്കിൽ ആ സംഖ്യ നമുക്ക് അഭാജ്യ സംഖ്യ എന്ന് വിളിക്കാം. ഒരു സംഖ്യ, ഏതെങ്കിലും ഒരു സംഖ്യ വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ട് മാത്രമേ ഹരിക്കാൻ സാധിക്കുള്ളൂ എങ്കിൽ ആ സംഖ്യ നമുക്ക് എന്ത് പറയാം? അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്ന് പറയാം. അത് മനസ്സിലായല്ലോ. അപ്പൊ തന്നിരിക്കുന്നതിൽ പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്, അഭാജ്യ സംഖ്യ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു രണ്ടെന്ന് പറയുന്ന ഒരു സംഖ്യ, ഈ ഒരു സംഖ്യയെ ഇതൊരു അഭാജ്യ സംഖ്യയാണ്. രണ്ടെന്ന് പറയുന്നത് എന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണ്. കാരണം എന്ന് പറഞ്ഞാൽ രണ്ടിനെ നമുക്ക് ഒന്നുകൊണ്ട് ഹരിക്കാൻ പറ്റും, അതുപോലെ നമുക്ക് രണ്ട് കൊണ്ടും ഹരിക്കാൻ പറ്റും. വേറെ ഒരു സംഖ്യ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? രണ്ടിനെ ഹരിക്കാൻ പറ്റത്തില്ല. മൂന്നെന്ന് പറയുന്ന സംഖ്യ, ഈ മൂന്നെന്ന് പറയുന്ന ഒരു അഭാജ്യ സംഖ്യയാണ്. അതിനെ മൂന്നിനെ നമുക്ക് ഒന്നുകൊണ്ടും അതുപോലെ മൂന്ന് കൊണ്ട് മാത്രമേ നമുക്ക് ഹരിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നാല് നോക്കിയാൽ 4 ഒരു പ്രൈം നമ്പർ ആണോ? അഭാജ്യ സംഖ്യയാണോ? അല്ല. എന്താ കാരണം? 4നെ നമുക്ക് ഒന്നുകൊണ്ട് ഹരിക്കാം, അതുപോലെ തന്നെ നമുക്ക് 4 കൊണ്ടും ഹരിക്കാം, അതുപോലെ 2 കൊണ്ടും നമുക്ക് ഹരിക്കാം. അല്ലെ, ഇവിടെ 1 കൊണ്ട് 4 കൊണ്ട് 2, ഇപ്പോൾ ആ ഒരു സംഖ്യ അല്ലാത്ത മറ്റൊരു സംഖ്യ കൊണ്ട് നമുക്ക് ഇവിടെ ഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതെന്താണ്? 4 ഒരു അഭാജ്യ സംഖ്യ അല്ല. അതാണ് ഇപ്പൊ സംഭവം. മനസ്സിലായല്ലോ. നമുക്ക് ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ 121 നമുക്ക് 1 കൊണ്ട് ഹരിക്കാൻ പറ്റും, അതുപോലെ 121 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റും? 11 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും, ഇല്ലേ? 51നെയോ? 51 നമുക്ക് എങ്ങനെ ഹരിക്കാൻ പറ്റും? 51 നമുക്ക് 1 കൊണ്ട് ഹരിക്കാം, 51 കൊണ്ട് ഹരിക്കാം. പിന്നെ എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റും? 3 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും, അല്ലെ? 3 കൊണ്ട് നമുക്ക് 51നെ ഹരിക്കാൻ പറ്റും. അപ്പൊ അതും എന്തല്ല? ഒരു അഭാജ്യ സംഖ്യ അല്ല. പിന്നെ സി ആണ് 97 നമുക്ക് 1 കൊണ്ട് ഹരിക്കാൻ പറ്റും, 97 കൊണ്ട് ഹരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേറെ സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റുമോ? 97നെ 1 കൊണ്ട് 97 കൊണ്ട് അല്ലാതെ വേറെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്താണ്? അതൊരു അഭാജ്യ സംഖ്യയാണ്, അല്ലെ? പിന്നെ നമുക്ക് ഡി വരുമ്പോൾ 117 നമുക്ക് 1 കൊണ്ട് ഹരിക്കാം, 117 കൊണ്ട് ഹരിക്കാം. പിന്നെ നമുക്ക് 3 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 117 നമുക്ക് ഹരിക്കാൻ പറ്റും. അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 30, 6, 4, 5, 15 എന്നതിൽ ഇവിടെ ഇവിടെ ചിഹ്നങ്ങൾ കൊടുത്തിരിക്കുകയാണ്. സ്റ്റാർ എന്ന് പറയുന്ന ഒരു ചിഹ്നത്തിന് പകരം താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം ക്രിയാചിഹ്നങ്ങൾ ക്രമമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉത്തരം 0 ആകും. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു കണക്കാണ് ബോട്ട് മാസ്, ഇല്ലേ? ബോട്ട് മാസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. ബോട്ട് മാസ് അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ബോട്ട് മാസ് എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ആണ്. ബി എന്ന് പറയുന്നത്. ഒ എന്ന് പറയുന്നത് എന്താണ്? ഒ എന്ന് പറയുന്നത് ഓഫ് ആണ്. ഇപ്പം നമുക്ക് തരുവാണ് ഒരു സംഖ്യ വന്നിട്ട് നമുക്ക് 6 ഓഫ് 4 എന്ന് പറയുന്നത് നമുക്ക് തരുവാണെങ്കിൽ 6 ഓഫ് 4 എന്ന് പറഞ്ഞാൽ ഇതിന് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 6 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. 24 ആണ്, അല്ലേ? 6 4 24 ആണ്. അപ്പോൾ ഇതാണ് ഗുണിക്കുന്നതിനാണ് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് തന്നിട്ടില്ല, ഇവിടെ നമുക്ക് കുറേ സ്റ്റാർ, ഇങ്ങനത്തെ കുറേ ചിഹ്നങ്ങളാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയുക? ഇവിടെ ബ്രാക്കറ്റ് ഓഫ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പം ഇവിടം വരെയുള്ള നമ്മൾ എടുത്താൽ മതി. ഡി മാസ്, ബോട്ട് മാസിന്റെ ഡി മുതൽ MAS, നമ്മൾ ബോട്ട് മാസ് എന്നുള്ള DMAS ആ ഒരു ഓർഡർ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, പിന്നെ അഡിഷൻ ചെയ്യണം, പിന്നെ സബ്സ്ട്രാക്ഷൻ ചെയ്യണം. ഇങ്ങനെയാണ് ഹരിക്കണം, ഗുണിക്കണം, കൂട്ടണം, കുറയ്ക്കണം. അങ്ങനെയാണ് അതിൻ്റെ രീതി. ഓക്കെ. അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യയിൽ ഏതെല്ലാം ക്രിയാചിഹ്നങ്ങൾ ക്രമമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉത്തരം 0 ആകുന്നു. അപ്പോൾ ആൻസർ 0 കിട്ടണം. അതിനകത്ത് ഈ ഏത് ഓപ്ഷൻ ഇതിനെ പകരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് 0 കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ഒന്ന് എടുത്തു നോക്കാം. ഓപ്ഷൻ എയിൽ പറയുന്നത് 30, അടുത്ത് കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന ചിഹ്നം ഏതാണ്? ഭാഗിക്കണം എന്നുള്ള. ഭാഗിക്കണം ഏതാണ് തന്നിരിക്കുന്നത്? 6 ആണ്. 6. പിന്നെ വന്നിരിക്കുന്നത് -4 × 5 + 15. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. 30, 6, 4, 5, 15. അപ്പോൾ ഈ ഒരു ചിഹ്നമെല്ലാം നമ്മൾ എന്ത് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇനി നമ്മളിത് ക്രിയേറ്റ് ചെയ്താൽ മതി. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ DMAS എന്നുള്ള രീതി വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. ആദ്യം ഡിവിഷനാണ് ചെയ്യുന്നത്. 30/6 എന്ന് പറയുമ്പോൾ എത്ര വരും? 5 കിട്ടും, അല്ലേ? 5 6 ആണ് 30. -4 × 5 + 15. ഈ ഡിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? അപ്പം 5 - 5 × 4 എത്രയാണ്? 4 20 ആണ്, അല്ലേ? 20 + 15. 5 - 20 എന്ന് പറയുന്നത് -15 ആണ്.
പ്ലസ് 15 സീക്രട്ട് നമ്മൾ ചെയ്യുമ്പോൾ എത്ര വരും? 0 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? -15 + 15 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ എടുത്തപ്പോഴാണ് നമുക്ക് ഇവിടെ ആൻസർ 0 കിട്ടിയത്. 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8200 എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗമാകാൻ അതിനോട് കൂട്ടാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? 8200 എന്ന് പറയുന്നൊരു സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട്. അതൊരു പൂർണ്ണവർഗമാകാൻ അതിനോട് നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പൂർണ്ണവർഗം അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് പൂർണ്ണവർഗം എന്ന് പറയുന്നത് അല്ലേ? നമുക്കറിയാം ഇപ്പം 2 × 2 എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? അതേപോലെ 3 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അതേപോലെ 10 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ തന്നിരിക്കുന്നുണ്ട് നമുക്കിവിടെ 8200നോട് ഒരു സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്താണ് കൂട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു പൂർണ്ണവർഗമാക്കണമെന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചില വലിയ സംഖ്യകളൊന്ന് ഗുണിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ 8200 കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു 90 എടുത്ത് നോക്കാം. 90 × 90 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട 8100 കിട്ടും അല്ലേ? 8100 കിട്ടും. നമുക്ക് 8200 ആയിരുന്നു വേണ്ടത്. അപ്പോൾ നമുക്ക് 91 നോക്കാം. 91 × 91 നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 8281 കിട്ടും. 8281 കിട്ടും. ഇവിടെ 8281 എന്ന സംഖ്യയാണ് ഈ 8200നോട് തൊട്ടടുത്തുള്ള പൂർണ്ണവർഗം എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് 8200നോട് ഈ 8200നോട് +81 കൂട്ടിയപ്പോഴാണ് 8281 പറയുന്ന ഒരു പൂർണ്ണവർഗം കിട്ടിയത് അല്ലേ? അതുകൊണ്ട് 8200നോട് നാം കൂട്ടിച്ചേർക്കേണ്ട ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ സി ആയ 81 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിവിടെ 90 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് 8100 ആണ് കിട്ടിയത്. നമുക്കിവിടെ തന്നിരിക്കുന്ന സംഖ്യ 8200 ആയിരുന്നു. അപ്പോൾ നമ്മൾ 91 × 91 ചെയ്തപ്പോൾ നമുക്ക് 8281 കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി 8200നോട് 81 കൂട്ടിയപ്പോഴാണ് 8200 എന്ന് പറയുന്ന ഒരു സംഖ്യ നമുക്ക് 8281 എന്ന് പറയുന്ന ഒരു സംഖ്യ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ 81 ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു, 8200 എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗമാകാൻ അതിനോട് കൂട്ടാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നായിരുന്നു. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? 43ാമത്തെ ക്വസ്റ്റ്യൻ. ശാസ്ത്രത്തിലേക്കുള്ള കവാടവും താക്കോലും ഗണിതമാണെന്ന് പ്രസ്താവിച്ചത് ആരാണ്? റോജർ ബേക്കൺ, റസ്സൽ, ആർക്കിമിഡീസ്, അരിസ്റ്റോട്ടിൽ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, റോജർ ബേക്കൺ ആണ്. ശാസ്ത്രത്തിലേക്കുള്ള കവാടവും താക്കോലും ഗണിതമാണെന്ന് പറഞ്ഞത് ആരാണ്? റോജർ ബേക്കൺ ആണ്. ഓക്കെ. 44ാമത്തെ ക്വസ്റ്റ്യൻ. 100 മുതൽ 999 വരെ 5 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര മൂന്നക്ക എണ്ണൽ സംഖ്യകളുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. 100 മുതൽ 999 വരെ 5 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര മൂന്നക്ക എണ്ണൽ സംഖ്യകളുണ്ട്? ഇവിടെ നമുക്ക് 100 തന്നിട്ടുണ്ട്, 999 തന്നിട്ടുണ്ട്, 5 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 100നെ നമ്മൾ എന്ത് വേണം? ഈ 5 കൊണ്ട് നമ്മൾ ഭാഗിക്കണം. 100/5. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ 999/5 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 199.8 എന്ന് കിട്ടും. ഇപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ തന്നിരിക്കുന്ന സംഖ്യ കൊണ്ട് രണ്ട് സംഖ്യകളെയും ഹരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഹരണഫലങ്ങൾ, ഇപ്പം ഇവിടെ നമുക്ക് 20 കിട്ടി, ഇവിടെ നമുക്ക് 199.8 എന്നും കിട്ടി. ഈ രണ്ട് ഹരണഫലങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 199.8 മൈനസ് 20 ചെയ്യുമ്പം നമുക്ക് 179.8 എന്ന് കിട്ടും. എന്നിട്ട് ഈ ഹരണഫലത്തിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? +1 കൂട്ടണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 180.8 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് നോക്കുക, ഇവിടെ നമുക്ക് ഈ 180-ൽ നിന്ന് 181 വരെയുള്ള സംഖ്യകളിൽ നിന്ന് നമ്മൾ നോക്കുക. 181 എടുക്കരുത്, നമുക്കിവിടെ ഓപ്ഷൻ സി 180 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 181 അവിടെ വരുന്നതെങ്കിൽ നമുക്കിവിടെ 181 എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ 181.8 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്, നമുക്ക് 181 എടുക്കാമായിരുന്നു. ഇനി 179.9 ആണ് നമുക്ക് വരുന്നതെങ്കിൽ നമുക്ക് 179 എടുക്കാമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 100 മുതൽ 999 അല്ലെങ്കിൽ 100 മുതൽ 1000 വരെ 5 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര മൂന്നക്ക എണ്ണൽ സംഖ്യകളുണ്ട് അല്ലെങ്കിൽ രണ്ടക്ക എണ്ണൽ സംഖ്യകളുണ്ട്, അങ്ങനെയൊക്കെ വരെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന സംഖ്യകളെ തന്നിരിക്കുന്ന ഏത് സംഖ്യ കൊണ്ട് കാണോ ഹരിക്കാൻ കഴിയുന്നതാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭാഗിക്കണം. അപ്പോൾ നമുക്ക് ഹരണഫലങ്ങൾ നമുക്ക് കിട്ടും. ഈ ഹരണഫലങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഹരണഫലങ്ങൾ നമ്മൾ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നങ്ങ് കൂട്ടണം. അടുത്ത 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ELPS എന്നതിനെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ELPS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്സ് കുട്ടികളെ പഠിപ്പിക്കുന്ന ലേണിംഗ് മെത്തേഡാണ്. ഇതിന് 4 ഘട്ടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. E എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്, L എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്, P എന്ന് പറയുന്നത് പിക്ചേഴ്സ് ആണ്,
എസ് എന്ന് പറയുന്നതാണ് സിമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ELPS. ഇത് നമ്മൾ കുട്ടികളെ മാത്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേണിംഗ് മെത്തേഡാണ്. അപ്പോൾ ഇത് 4 ഘട്ടങ്ങളുണ്ട്. ആ 4 ഘട്ടങ്ങളാണ് ILPS എന്ന് പറയുന്നത്. ഒന്ന് എന്തൊക്കെയാണ്? എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ലാംഗ്വേജ്, പിക്ചേഴ്സ്, അതേപോലെ സിമ്പിൾസ്. അതിൻ്റെ ശരിയല്ലാത്ത പ്രസ്താവനയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഇത് ഗണിതാശയ രൂപീകരണ ഘട്ടങ്ങളാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. പിന്നീട് വരുന്നത് ആശയത്തെ സ്വന്തം ഭാഷയിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നു. ഒരു ആശയത്തെ സ്വന്തം ഭാഷയിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നു, ഇതും ശരിയാണ്. അതുപോലെ തന്നെ ഒരാശയത്തെ ചിത്രീകരിക്കുന്നു, ഇതും ശരിയാണ്. മത്സര സ്വഭാവം വളർത്തുന്നു, ഇത് ശരിയല്ല. ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ELPS എന്നതിനെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്ന് വെച്ചാൽ മത്സര സ്വഭാവം വളർത്തുന്നു എന്ന് പറയുന്നത് ശരിയല്ല. മത്സര സ്വഭാവം ഒന്നും വളർത്തുന്നില്ല. 46ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗണിത പഠനത്തിന് ഉപയോഗിക്കാത്ത സോഫ്റ്റ്വെയർ ഏത്? സുഡോക്കു, പൈസിയോ ഗെയിം, ജിപ്ലേറ്റ്സ്, ലാറ്റക്സ്, ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. സുഡോക്കു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലോജിക് പസിലാണ്. നമ്മൾ മാത്സ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പൈസിയോ ഗെയിം വിദ്യാഭ്യാസ പസിലുകളും ഗെയിമുകൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ലാറ്റക്സ് എന്ന് പറയുന്നത് സങ്കീർണമായിട്ടുള്ള ഗണിത സമവാക്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാനും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതെന്നാണ് ലാറ്റക്സ് എന്ന് പറയുന്നത്. ഈ ജിപ്ലേറ്റ്സ് എന്താണ്? ഇതിനൊന്നും ഉപയോഗിക്കുന്നതല്ല. അതായത് ഗണിത പഠനത്തിന് ഉപയോഗിക്കാത്ത ഒരു സോഫ്റ്റ്വെയർ ആണ് ജിപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം വരുന്നതാണ്. ഈ 47ാമത്തെ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്തതാണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഒരു വശത്തിന്റെ നീളം ആകാവുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 9 സെന്റിമീറ്റർ, 10, 11, 12 സെന്റിമീറ്റർ ഓപ്ഷന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് മറ്റ് 2 വശങ്ങളുടെ നീളം കൂട്ടിയാൽ കിട്ടുന്നതിനേക്കാൾ ചെറുതായിരിക്കണം. ഒരു ത്രികോണം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു ത്രികോണത്തിന് ഒരു വശത്തിന്റെ നീളം, ഇപ്പോൾ ഇവിടെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് മറ്റ് 2 വശങ്ങളുടെ നീളം കൂട്ടിയാൽ കിട്ടുന്നതിനേക്കാൾ ചെറുതായിരിക്കണം ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത്. സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ 9 സെന്റിമീറ്റർ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വശം 9 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ ഒരു വശം 9 സെന്റിമീറ്റർ ആണെങ്കിൽ ബാക്കി 2 വശങ്ങളുടെ നീളം, ഇവിടുത്തെ നീളവും ഇവിടുത്തെ നീളവും എന്ന് പറയുന്നത് എന്താണ്? 20. ഇവിടെ നമുക്ക് ഒരു ചുറ്റളവ് വന്നിട്ടുണ്ട്. 20 സെന്റിമീറ്റർ ആണ് ചുറ്റളവ് നമുക്ക് തന്നിട്ടുള്ളത്, ഇല്ലേ? 20 - 9 ആയിരിക്കും ഒരു വശത്തിന്റെ നീളം. അപ്പോൾ 20 - 9 നമുക്ക് എത്രയാണ്? 11 ആണ്, അല്ലേ? ഇവിടെ ഈ 9 എന്ന് പറയുന്നത് എന്താണ്? 11നേക്കാൾ ചെറുതാണ് ഈ 9 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ത്രികോണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? 9 ആണ്. ഇവിടെ ഓപ്ഷൻ ബി 10 സെന്റിമീറ്റർ എടുത്ത് നോക്കിയാലോ. ഒരു വശം എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ബാക്കി 2 വശങ്ങളുടെ ആകെ നീളം എന്ന് പറയുന്നത് 20 - 10 എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആയിരിക്കും, ഇല്ലേ? അപ്പോൾ നമുക്കത് പറ്റത്തില്ല. അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ചുവടെ കൊടുത്തവയിൽ വാൻ ഹേലിയുടെ ജാമിതീയ പഠന ലെവലുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ചിന്തയുടെ കാഠിന്യം, ദൃശ്യവൽക്കരണം, വിശകലനം, അളക്കൽ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരവായിട്ട് വരുന്നത്, അളക്കലാണ്. അതായത് കുട്ടികൾക്ക് ജാമിതീയ രീതികൾ പഠിക്കാനും അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് 5 ഘട്ടങ്ങൾ വാൻ ഹീൽ ലെവലുകളിലുണ്ട്. അതിനകത്ത് ഒന്നാണ് ദൃശ്യവൽക്കരണം എന്ന് പറയുന്നത്. ഒന്നാമത്തെയാണ് ദൃശ്യവൽക്കരണം, രണ്ടാമത്തെയാണ് വിശകലനം, അതുപോലെ മൂന്നാമത്തെയാണ് അമൂർത്തീകരണം, നാലാമത്തെയാണ് ചിന്തയുടെ കാഠിന്യം, അഞ്ചാമത്തെയാണ് അക്ഷീയ പഠനം. ഇത് 5 പഠന ലെവലുകളാണ് വാൻ ഹേലിയുടെ ജാമിതീയ പഠനത്തിനകത്ത് വരുന്നത്. അതിനകത്ത് അളക്കൽ എന്ന് പറയുന്ന മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു ലെവല് അതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഒന്നാമത്തെ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യവൽക്കരണം വരുന്നുണ്ട്. രണ്ടാമത്തെയാണ് വിശകലനം വരുന്നുണ്ട്. മൂന്നാമത്തേതാണ് അമൂർത്തീകരണം വരുന്നുണ്ട്. നാലാമത്തെയാണ് ചിന്തയുടെ കാഠിന്യം വരുന്നുണ്ട്. അഞ്ചാമത്തെയാണ് അക്ഷീയ പഠനം. ഇത് ഇത്രയാണ് വരുന്നത്. ഈ അളക്കൽ എന്ന് പറയുന്നത് വരുന്നില്ല. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്: 1 മുതൽ 99 വരെയുള്ള സംഖ്യകളിൽ ഏതക്കമാണ് ഏറ്റവും കുറവെണ്ണം ആവർത്തിക്കുന്നത്? 1 മുതൽ 99 വരെയുള്ള സംഖ്യകളിൽ താഴെ പറഞ്ഞാൽ ഏതക്കമാണ് ഏറ്റവും കുറവെണ്ണം ആവർത്തിക്കുന്നതാണ്? അപ്പം നമ്മുടെ ഓപ്ഷൻ എ എടുത്തു നോക്കാം. 1 എടുത്തു കഴിഞ്ഞാൽ 1 മുതൽ 100 വരെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ 1 എന്ന് പറയുന്ന ഒരു അക്കം എത്ര പ്രാവശ്യം വരും? 1 വരും, 10 വരും, അതുപോലെ 11 വരും, 12 വരും, 13 വരും, ഇങ്ങനെ 14, 15, 16, 17, 19, ഇല്ലേ? പിന്നെ 19 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 21, അങ്ങനെ 31, 41, 51, ഇങ്ങനെ പോകും. 61, 71, 81, 91 വരെ നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. 1 എന്ന് പറയുന്നൊരു അക്കം. ഈ 0 എന്ന് പറയുന്നൊരു അക്കമോ? 0 എവിടെയൊക്കെ വരും? 10-നകത്ത് വരും, 20-നകത്ത് വരും, 30-നകത്ത് വരും, ഇങ്ങനെ പോയി കഴിഞ്ഞ് 40, 50, 60, 70, 80,
90-നകത്ത് വരെ നമുക്ക് എന്തുണ്ട് 0 വരുന്നുണ്ട്. 9 വരും, 19 പോവും, 29 വരും, 39 വരും. ഇങ്ങനെ പൊയ്ക്കഴിഞ്ഞ് 49, 59, 59, 69, 79, 89, 90, 91 അങ്ങനെ പോയി എവിടം വരെ പോവും? 99 വരെ പോവും. 5 എന്ന് പറയുന്ന അക്കം നോക്കുകയാണെങ്കിൽ 5, 15, 25, 35 അല്ലേ? അങ്ങനെ പോയി 45, 55, 50, 51, 52, 53 അങ്ങനെ പോകും. നമ്മൾ ഈ 4 ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും കുറവെണ്ണം ആവർത്തിക്കുന്നത് ഏതാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ 0 ആണെന്ന് മനസ്സിലാക്കാം. അടുത്ത 51-ാമത്തെ ക്വസ്റ്റ്യൻ, തുടർച്ചയായ 7 ഒറ്റ സംഖ്യകളുടെ തുക 63 ആണ് എങ്കിൽ അതിൽ ചെറിയ സംഖ്യ ഏത്? ഈ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? 1, 3, 5, 7, 9, 11, 13 ഇങ്ങനെ പോകുന്നതാണല്ലോ ഒറ്റ സംഖ്യ. അപ്പൊ ഇവിടെ പറയുന്നത് തുടർച്ചയായ 7 ഒറ്റ സംഖ്യകളാണ്. തുടർച്ചയായ 7, അപ്പൊ എവിടെ തൊട്ടാന്ന് നമുക്ക് അറിയത്തില്ല. തുടർച്ചയായിട്ടുള്ള 7 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 63 ആണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നടുക്കത്തെ സംഖ്യ ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എളുപ്പത്തിൽ ആൻസർ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ നടുക്കുള്ള സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? ശരാശരിയാണ്, ഇല്ലേ? ശരാശരിയാണ് നടുക്കുള്ള സംഖ്യ എന്ന് പറയുന്നത്. ശരാശരി കാണാൻ നമുക്കറിയാം, തുക ബൈ എണ്ണമാണ് ശരാശരി. തുക ബൈ എണ്ണമാണ് ശരാശരി. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് തുടർച്ചയായ 7 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? 63 ആണ്. അപ്പൊ 63 ബൈ എണ്ണം എത്രയാണ്? 7 ഒറ്റ സംഖ്യകളല്ലേ, അപ്പൊ 7 ആണ്. 63 ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. 9 ആണ് 63 എന്ന് പറയുന്നത്. അപ്പൊ 9 കിട്ടിയല്ലോ. അപ്പൊ നടുക്കുള്ള സംഖ്യ എത്രയാണ് നമുക്ക് കിട്ടിയത്? 9 ആണ് നടുക്കുള്ള സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങോട്ടുള്ള 7 സംഖ്യകൾ നമ്മൾ കണ്ടുപിടിച്ചാൽ പോരായോ? അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും, ഇല്ലേ? അതുപോലെ 5 കിട്ടും, പിന്നെ നമുക്ക് 3 കിട്ടും. ഈ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9 അങ്ങനെ പോകുന്നത്. അപ്പൊ 3, 5, 7, 9 4 സംഖ്യ ആയില്ലേ? ഇനി നമുക്ക് 3 സംഖ്യയുടെ കണ്ടുപിടിച്ചാൽ പറയാം. 9 അപ്പുറത്തുള്ള 3 സംഖ്യ ഏതൊക്കെയാ? 11, 13, 15. കറക്റ്റ് അല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 63 കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 3 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എ ആണ്, 3 ആണ്. ഇനി വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചെങ്കിൽ നമുക്ക് എത്ര പറയാം? 15 എന്ന് പറയാമായിരുന്നു, അല്ലേ? വലിയ സംഖ്യ. അപ്പം ആ തുടർച്ചയുള്ള 7 ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 3, 5, 7, 9, 11, 13, 15. ഓക്കെ ആണല്ലോ. അടുത്ത 52-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഏത് രണ്ടക്ക സംഖ്യയിൽ നിന്നും അതിലെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്ന ഉത്തരത്തിന്റെ പ്രത്യേകത ഏതാണ്? ഏത് രണ്ടക്ക സംഖ്യയിൽ നിന്നും അതിലെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്ന ഉത്തരത്തിന്റെ പ്രത്യേകത ഏതാണ്? ഇവ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു നമ്മളെ വട്ടുപിടിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ അത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്, അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ മനസ്സിലൊരു സംഖ്യ വിചാരിക്കുക. നമ്മൾ മനസ്സിലൊരു രണ്ടക്ക സംഖ്യ നമുക്ക് വിചാരിക്കാം. 10 രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 10 മുതൽ 99 വരെയാണ് രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നിന്ന് ഇടയ്ക്ക് നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും. ഏതെങ്കിലും ഒരു സംഖ്യ മനസ്സിൽ വിചാരിച്ചു. ഇപ്പൊ നമുക്ക് പറയാൻ വേണ്ടി ഞാൻ ഒരു സംഖ്യ എടുക്കാം. 45. 45 എന്ന് പറഞ്ഞൊരു സംഖ്യ നമ്മൾ എടുത്തു. ഈ സംഖ്യയിലെ അക്കങ്ങൾ ഏതൊക്കെയാണ്? 4ഉം 5ഉം ആണ് ഈ സംഖ്യയിലെ അക്കങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പൊ രണ്ടും കൂടെ കൂട്ടുവാണ്. അപ്പൊ 4 + 5, 5, 4 എത്രയാണ്? 9 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ആദ്യം എടുത്ത 45 ഉണ്ടല്ലോ, ഈ ആദ്യം എടുത്ത 45, ഈ 45-ൽ നിന്നും നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 9. 4 + 5 കൂട്ടിയുമ്പോൾ 9 അല്ലേ കിട്ടിയത്? ഈ 45-ൽ നിന്നും നമ്മൾ ഈ 9 അങ്ങ് കുറയ്ക്കണം. അപ്പൊ നമുക്ക് എത്ര? 45 - 9 എന്ന് പറയുന്നത് എത്ര കിട്ടി? 36 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ 45 9 പോയപ്പോൾ നമുക്ക് എത്ര? 36 എന്ന് കിട്ടി. ഇനി നമുക്ക് മറ്റൊരു സംഖ്യ എടുക്കാം. ഇവിടെ 73 എന്ന് പറയുന്ന ഒരു സംഖ്യ നമുക്ക് എടുക്കാം. ഈ 73-നകത്ത് ഏതൊക്കെയാണ്? 7ഉം 3ഉം ആണ് അക്കങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഈ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 7 + 3 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്, അല്ലേ? ഇനി നമുക്ക് 73-ൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 10 നമുക്ക് കുറയ്ക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 63 എന്ന് കിട്ടി. രണ്ട് സംഖ്യകൾ നമ്മൾ എടുത്തപ്പോൾ അതിന്റെ ആൻസറുകൾ ഒന്നിനകത്ത് നമുക്ക് 36 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ 45-നെ എടുത്തപ്പോൾ നമുക്ക് 36 എന്നും നമ്മൾ 73-നെ നമ്മൾ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 63 എന്നുമാണ് നമുക്ക് ആൻസർ കിട്ടി, അല്ലേ? ഇപ്പൊ നോക്കിയാൽ 36ഉം 63ഉം ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഉത്തരങ്ങൾക്ക്. എന്താണെന്നറിയാവോ? 9ന്റെ ഗുണിതമാണ്, അല്ലേ? 9 4 അല്ലേ 36? 9 × 4 ആണ് 36 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 63 എന്ന് പറയുന്നത് എത്രയാണ്? 9 × 7, 9 7 ആണ് 63 എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഏത് രണ്ടക്ക സംഖ്യ എടുത്താലും അതിലെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്ന ഉത്തരം എപ്പോഴും 9ന്റെ ഗുണിതമായിരിക്കും. ഇതൊരു മാന്ത്രിക സംഖ്യയാണെന്ന് മനസ്സിലാക്കുക. ഏതൊരു രണ്ടക്ക സംഖ്യ എടുത്താലും അതിലെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്ന ഉത്തരം എപ്പോഴും എന്തായിരിക്കും? 9ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ ഇവിടെ ചോദിച്ചാൽ ഏത് രണ്ടക്ക സംഖ്യയിൽ നിന്നും അതിലെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്ന ഉത്തരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, 9ന്റെ ഗുണിതമായിരിക്കും. ഇപ്പൊ ഏതൊരു രണ്ടക്ക സംഖ്യ എടുത്താലും നമ്മൾ മനസ്സിലാക്കണം,
ഏതൊരു രണ്ടക്ക സംഖ്യ എടുത്താലും അതിലെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്ന ഉത്തരം എപ്പോഴും എന്താണ് 9ന്റെ ഗുണിതമായിരിക്കും. അടുത്ത 53ാമത്തെ ക്വസ്റ്റ്യൻ. 9ന്റെ ആദ്യത്തെ 7 ഗുണിതങ്ങളുടെ തുക എത്ര? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. 9ന്റെ ആദ്യത്തെ 7 ഗുണിതങ്ങൾ. അപ്പൊ നമുക്ക് ഗുണനപ്പട്ടി അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 9 9, 2 9 18, 3 9 27, 4 9 36, 5 9 45. നോക്കിയാൽ മതി. 54 63. ഇതെല്ലാം നമുക്ക് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 252 എന്ന് കിട്ടും. 252 ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. അടുത്ത 54ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 3/1 4/3 ഭാഗം 48 ആയാൽ സംഖ്യ എത്ര? ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു സംഖ്യ എന്ന് പറയുന്നത് ഒരു സംഖ്യ. അപ്പൊ നമുക്ക് ഒരു സംഖ്യ നമുക്ക് എത്ര ആയിട്ട് എടുക്കാം? എക്സ് എന്ന് എടുക്കാം. ഇപ്പൊ ഒരു സംഖ്യയുടെ എക്സ് എന്ന് എടുത്തു. എക്സിന്റെ 3/1 അല്ലെ, 3/1 3/1ന്റെ 4/3 ഭാഗം. അപ്പൊ 3/1ന്റെ 4/3 പറയുമ്പോൾ 1/3 × 3/4 എന്ന് എഴുതാം. എക്സിന്റെ അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ 3/1ന്റെ 4/3 ഭാഗം എത്രയാണെന്ന് പറയുന്നുണ്ട്? 48 ആയി കഴിഞ്ഞാൽ ഈ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സംഖ്യ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരു 3 താഴെ 2 ഗുണിക്കുമ്പോൾ 3 12 സമം 48. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. എക്സ് ഇൻറ്റു 3/12 ഈസ് ഈക്വൽ ടു 48. അപ്പൊ ഇതിനെ നമുക്ക് ചെറുതാക്കാം. ഒരു 3 3 12. അപ്പം 1/4 ഈസ് ഈക്വൽ ടു 48. അപ്പൊ എക്സ് കാണാൻ നമ്മൾ എന്താ ചെയ്തത്? എക്സ് ഈസ് ഈക്വൽ ടു 48 × 4. അപ്പൊ ഇത് രണ്ടോടെ ഗുണിക്കണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 192 എന്ന് കിട്ടും. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ സംഖ്യ എത്രയാണ്? 192. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 55ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. താഴെ കൊടുത്തവയിൽ തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകതയുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധമില്ലാത്ത ഏതാണ് ക്വസ്റ്റ്യൻ? ചിന്തയെക്കുറിച്ചുള്ള ചിന്ത, വിഭജന ചിന്ത, ആവശ്യമായ ദത്തങ്ങൾ ഉണ്ടാകും, വ്യത്യസ്തമായ മാർഗങ്ങൾ. ഇങ്ങനെ 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകതയുമായി ബന്ധമില്ലാത്തതാണ് നമുക്ക് കണ്ടുപിടിക്കണം. ബന്ധമില്ലാത്തത് ചിന്തയെക്കുറിച്ചുള്ള ചിന്ത. ചിന്തയെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുമ്പോൾ തുറന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നാം കൂടുതൽ ആലോചിച്ച് ചിന്തിക്കാറുണ്ടല്ലേ. ചിന്തയെക്കുറിച്ച് ചിന്തയായിട്ട് ബന്ധമുണ്ട് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യന്. അടുത്ത ബി എന്ന് പറയുന്നത് വിഭജന ചിന്ത. വിഭജന ചിന്ത എന്ന് പറഞ്ഞ ഒരു പ്രശ്നത്തിന് പലതരം ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഇത് ബന്ധമുണ്ട്. സി ആവശ്യമായ ദത്തങ്ങൾ ഉണ്ടാവും. ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ വിവരങ്ങളാണ്, ഡേറ്റാസ് ആണ്. തുറന്ന ചോദ്യങ്ങളിൽ സാധാരണയായിട്ട് എല്ലാ വിവരങ്ങളും ചോദ്യത്തിൽ നിന്ന് തന്നെ കിട്ടാറില്ല അല്ലെ. ഉത്തരം കണ്ടെത്താൻ സ്വയം ചിന്തിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങളൊക്കെ കണ്ടെത്തുകയൊക്കെ വേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ആവശ്യമായ ദത്തങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നത് തെറ്റാണ്, ബന്ധമില്ലാത്തതാണ്. അതുപോലെ വ്യത്യസ്തമായ മാർഗ്ഗങ്ങൾ. തുറന്ന ചോദ്യങ്ങൾക്ക് പല രീതിയിലുള്ള ഉത്തരം കണ്ടെത്താനൊക്കെ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ ചിന്തിച്ചൊക്കെ ഉത്തരം പറയാം. അപ്പൊ ഇത് തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകതയായിട്ട് നമുക്ക് എന്താ പറയുക? വ്യത്യസ്ത മാർഗ്ഗങ്ങൾ നമുക്ക് പറയാൻ പറ്റും. തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകതയുമായിട്ട് ബന്ധമില്ലാത്ത ഇവിടെ ഓപ്ഷൻ സി ആവശ്യമായ ദത്തങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. 56ാമത്തെ ക്വസ്റ്റ്യൻ. ഗണിത പഠനോപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ക്ലൈനോമീറ്റർ, ജിയോ ബോർഡ്, സിഗ്മോമീറ്റർ, ഡോമിനോകൾ. ഇവിടെ നമുക്കറിയാം ക്ലൈനോമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സ്ലോപ്പ്, അതുപോലെ തന്നെ ആംഗിൾ ഓഫ് എലിവേഷൻ, ഉയർച്ചയുടെ കോണൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ ക്ലൈനോമീറ്റർ എന്ന് പറയുന്നത്. ജിയോ ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? രൂപങ്ങളുടെയൊക്കെ ചുറ്റളവ് പഠിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ചുറ്റളവൊക്കെ പഠിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ജിയോ ബോർഡ് എന്ന് പറയുന്നത്. അതുപോലെ ഡോമിനോകൾ എന്ന് പറയുന്നത് കണക്ക് പഠിക്കാൻ സഹായിക്കുന്ന ഗെയിംസ് ആണ്. മാത്സ് ഒക്കെ പഠിക്കാൻ സഹായിക്കുന്ന ഗെയിംസ് ആണ് ഡോമിനോകൾ. സിഗ്മോമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ സിഗ്മോ മാനോമീറ്റർ ആയിരിക്കാം ഓപ്ഷൻ ഇവിടെ ഉദ്ദേശിച്ചത്. അവര് അതായത് നമ്മുടെ ഭൂകമ്പ തരങ്ങളൊക്കെ അളക്കുന്ന ഉപകരണമായിരിക്കും സിഗ്മോമീറ്റർ ആയിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ കൊടുത്തേക്കുന്നത് സിഗ്മോമീറ്റർ ആണ്. ബാക്കിയെല്ലാം കണക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ 57ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളതായിരുന്നു. 58ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ തുകയുടെയും ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുകയുടെയും വ്യത്യാസം ഏത്? നമുക്കറിയാം ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n × n+1 ആണ്. ഇതാണ് ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n × n+1/2 ആണ് എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ നമുക്കറിയാം. ആദ്യം നമ്മൾ ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ പോവാണ്. ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ n × n+1 ആണ് ചെയ്യേണ്ടത്. n എന്ന് പറയുന്നത് ഇവിടെ 20 ആണ് അല്ലേ. 20 × 20+1 നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 × 21 നമുക്ക് എത്ര കിട്ടും? 420 എന്ന് കിട്ടും. ഇനി എണ്ണൽ സംഖ്യയുടെ തുക കാണാം n × n+1. അപ്പൊ 20 × 20+1/2. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 20 × 21/2. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 210 എന്ന് കിട്ടും.
അപ്പോൾ നമ്മൾ ചോദിച്ചേക്കുന്ന 20 ഇരട്ട സംഖ്യകളുടെ തുകയുടെയും 20 എണ്ണ സംഖ്യയുടെ തുകയുടെയും വ്യത്യാസം എത്രയാണ്? നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം? 420 മൈനസ് 210 സമം എത്രയാണ്? 210. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 59ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു വരിയിൽ മുന്നിൽ നിന്നും 10ാമതുള്ള വ്യക്തി പിന്നിൽ നിന്നും 20ാമതുള്ള വ്യക്തിയുടെ മുന്നിലായിട്ട് 4ാമതാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? വരി നിര എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിനകത്ത് ഇക്വേഷൻ ഒന്നും അപ്ലൈ ചെയ്യേണ്ട, നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു വരി മുന്നിൽ നിന്നും 10ാമതുള്ള വ്യക്തി. ഇപ്പോൾ ഇവിടെ ഒരു വരിയിൽ ഇതൊരു വരിയാണ്, ആ വരിയിൽ മുന്നിൽ നിന്നും 10ാമതുള്ള വ്യക്തി. അപ്പോൾ നമ്മളിങ്ങനെ 10 എണ്ണം വരച്ചാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. 1 2 3 4 5 6 7 8 9 ഇവിടെ 10ാമത്തെ ആൾ നിൽക്കുന്നത്. ഇവിടെയാണ് 10ാമത്തെ ആൾ നിൽക്കുന്നത്. ഒരു വഴി നിന്നും മുന്നിൽ നിന്നും 10ാമതുള്ള വ്യക്തി. ഓക്കെ ആണല്ലോ? 10ാമതുള്ള വ്യക്തി. ഓക്കെ, അയാൾ പിന്നിൽ നിന്നും 20ാമതുള്ള വ്യക്തിയുടെ മുന്നിലായിട്ട് പിന്നിൽ നിന്നും 20ാമതുള്ള വ്യക്തിയുടെ മുന്നിലായി 4ാമത്. അപ്പൊ പിന്നിൽ നിന്നും 20ാമതുള്ള ഒരു വ്യക്തി ഇവിടെ നിൽപ്പുണ്ട്. പിന്നിൽ നിന്നും 20ാമതൊരു വ്യക്തി ഇവിടെ നിൽപ്പുണ്ട്. അയാളുടെ മുന്നിലായിട്ട് 4ാമതാണ് ഇയാൾ നിൽക്കുന്നത്. അയാളുടെ മുന്നിലായിട്ട് 4ാമത് 1 2 3 അയാളുടെ മുന്നിൽ 4ാമതാണ് ഇയാൾ നിൽക്കുന്നത്. അപ്പൊ ഇയാളുടെ പുറകിൽ എത്ര പേരുണ്ട്? മൊത്തം 20ാമതുള്ള വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. അപ്പൊ അയാളുടെ പുറകെ എത്ര പേര് കാണും? 19 പേരാണ് അല്ലെ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19. സിമ്പിൾ ആണ്. പിന്നെ വരയ്ക്കുന്നതായിരിക്കും നല്ലത് അല്ലെ? ഇക്വേഷൻ ഒക്കെ പഠിച്ചാൽ മറന്നു പോകും. അപ്പൊ ഇവിടെ മൊത്തം എത്ര പേരുണ്ടെന്ന്, ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര പേരുണ്ട്? 20 പേരുണ്ടെന്ന് നമുക്കറിയാം. 20ാമത് നിൽക്കുന്ന മുമ്പിലായിട്ട് 4ാമതാണ്, മുമ്പിൽ നിന്ന് 10ാമതാണ് നിൽക്കുന്നത്. അപ്പം 20 21 22 23 24 25 26 27 28 29 30 31 32 33. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ ഇയാൾ 10ാമതാണ് നമുക്കറിയാം. ഇവിടെ 3 പേരുണ്ട്. അപ്പോൾ 20 10 30. പിന്നെ 3 കൂടെ നമുക്ക് കൂട്ടിയാൽ മതി. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 20 ഇവിടെ 10, ഈ 20ഉം 10 കൂടെ കൂട്ടി ഇവിടെ നടുക്ക് 3 പേരുണ്ട്. അപ്പം എത്ര? 33. അപ്പോൾ അങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 36 by 2.5 into 0.77 by 28 is equal to 0.396 ആയി കഴിഞ്ഞാൽ 7.7 by 0.25 into 3.6 by 0.28 എത്രയാണ്? അതിൻ്റെ വില എത്രയാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ 4 ഓപ്ഷനൊക്കെ തന്നിട്ടുണ്ട്. 36 by 2.5 into 0.77 by 28. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകളൊക്കെ നമുക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും തന്നിരിക്കുന്ന പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 36/2.5 എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. അതാണ് നമ്മുടെ ആ ഒരു ഭിന്നസംഖ്യയിൽ നമ്മൾ ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഉള്ളവൻ എന്ത് ചെയ്യണം? ഇല്ലാത്തവന് കൊടുക്കണം. ഇവിടെ 2 കഴിഞ്ഞിട്ട് പോയിന്റ് വന്നിട്ടുണ്ട് അല്ലേ? 0.5 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരക്കം മാറി ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. 360 ബൈ നമ്മൾ 0 ഇടുമ്പോൾ ആ പോയിന്റ് മാറ്റിയിട്ട് ആ സംഖ്യ നമ്മൾ എന്ത് ചെയ്യണം? എടുത്തങ്ങ് എഴുതണം. 360 ബൈ 25 ഇൻറ്റു ഇവിടെ നോക്കിയേ, പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 2 സംഖ്യ ഉണ്ടല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളവൻ എന്ത് ചെയ്യണം? ഇല്ലാത്തവന് കൊടുക്കണം. ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 2 പൂജ്യോട് ഇവിടെ 2800 അങ്ങ് ആക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതും? 77 ബൈ 2800 അങ്ങ് എഴുതാം. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഉള്ളവൻ എന്ത് ചെയ്യണം? ഇല്ലാത്തവന് കൊടുക്കണം. അതായത് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര അക്കം ഉണ്ടോ അത്രയും 0 നമ്മൾ താഴോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. നമുക്കിവിടെ ഈ 0 നമ്മൾ കട്ട് ചെയ്യാം. ഈ 2800 0യും 360 0യും നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ വരും? 36 ബൈ 25 ഇൻറ്റു 77 ബൈ 280 എന്ന് വരും അല്ലേ? ഇപ്പൊ നമുക്ക് ഈ 36ലും 280ലും പൊതുവായ ഘടകം 4 ആണുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് 36/4 എന്ന് പറയുന്നത് എത്രയാണ്? 9/4 ആണ് 36 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 280/4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 70 എന്ന് കിട്ടും. അപ്പം നമുക്ക് എങ്ങനെ ചെറുതാക്കാം? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 9/25 ഇൻറ്റു 77 ബൈ 70 എന്ന് എടുക്കാം. 11/7 ആണ് 77 എന്ന് പറയുന്നത്. 10/7 ആണ് 70 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം. 9/25 ഇൻറ്റു 11/10 എന്ന് എഴുതാം. 11/9 എന്ന് പറയുന്നത് എത്രയാണ്? 99 ആണ്. 25 × 10 എന്ന് പറയുന്നത് 250 ആണ്. ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ തന്നിട്ടുള്ളതുപോലെ 0.396 എന്ന് നമുക്ക് കിട്ടും. 0.396 നമ്മൾ എങ്ങനെ വന്നെന്നാണ് ചെയ്തു വെച്ചത്. അപ്പോൾ ഇവർ ചോദിച്ചേക്കുന്ന 7.7 ബൈ 0.25 ഇൻറ്റു 3.6 ബൈ
0.28 ഇത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. ഇവിടെ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 2 അക്കൗണ്ട്, ഇവിടെ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 1 അക്കവേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 77 എന്ന് എഴുതിയിട്ട് 700 നമുക്ക് 770 ആക്കാം. ഇല്ല, ഇവിടെ രണ്ട് അക്കൗണ്ട് ആയതുകൊണ്ട് നമുക്ക് 770 ആക്കി. ഇവിടെ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു 25 എന്ന് എടുത്ത് എഴുതി. നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 1 അക്കവേ ഉള്ളൂ. ഇവിടെ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 2 അക്കൗണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു 1 അക്കം അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഒരു 0 അങ്ങോട്ട് ഇട്ടു. അപ്പോൾ 770/25 എന്ന് എഴുതി. പിന്നെ നമ്മൾ 3.6/0.28 ഇവിടെ 2 അക്കൗണ്ട്, ഇവിടെ 1 അക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 360 എന്ന് എഴുതിയിട്ട് താഴെ നമുക്ക് 28 എന്ന് എഴുതാം. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ 396 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 396 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് കേട്ടറ്റിൻ്റെ കാറ്റഗറി 1 ചോദിച്ച പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.